ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വാഴയിലയൊന്നുമില്ലാതെ അയില നല്ല സൂപ്പറായിട്ട് എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വാഴയില ഇല്ലാത്തതിനാൽ ആരും വിഷമിക്കേണ്ട, നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ ആ മീനൊന്ന് വറുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ആ ഒരു അരപ്പാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി നമ്മൾ ആ അയിലക്കുട്ടന്മാരെയൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ആ ഒരു മസാലയിലൊന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, നന്നായിട്ടൊന്ന് പിടിച്ച് വരാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളിയാണ്, നമ്മളേറെ ചെറിയുള്ളി എടുക്കണം, എന്നാലേ നമ്മുടെ ആ ഒരു പൊള്ളിച്ചതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇടികല്ലിലിട്ട് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ചതച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടിച്ച മുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മൾ പൊള്ളിക്കുന്നതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു മസാല പുരട്ടിയ അയില നമുക്ക് വറുത്തെടുക്കാനായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത മീൻ മുഴുവനായും നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മൂക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച ശേഷം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് എല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എന്ത് ചെയ്യണം, അതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുകളിലേക്ക് റൗണ്ടിൽ അരിഞ്ഞ തക്കാളിയും കൂടെ നമ്മൾ അടുക്കി വെച്ച് ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം നമ്മളൊന്ന് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഈ കുറച്ച് സമയത്തിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ ഒന്ന് വേകാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാം പാല് തന്നെ എടുത്ത് നമ്മൾ ഒഴിക്കണം. നന്നായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നമ്മൾ ഒഴിക്കാനായിട്ട് നോക്കണം, എന്നാലേ നമ്മുടെ ആ ഒരു പൊള്ളിച്ചതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് വെന്താന്ന് നോക്കാനായിട്ട് നമ്മൾ ആ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്കൊന്ന് തൂകിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. നമ്മുടെ വാഴയിലയിലൊക്കെ പൊള്ളിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. നമ്മൾ ഇതൊന്ന് കഴിച്ച് നോക്കിയാലായിട്ട് നമ്മളൊന്ന് അത് ഇറക്കാറാവുമ്പോഴേക്കുമാണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിന് മുകളിലേക്ക് തൂകിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുതേ. ഇതുപോലെയുള്ള ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.